മഹിളാ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വായനാ ദിനാചരണവും പുരസ്കാര സമർപ്പണവും സംഘടിപ്പിച്ചു. സ്വന്തം വീട്ടിൽ വായനമുറി ഒരുക്കി ശ്രദ്ധേയനായ KP സുരേന്ദ്രനെ ചടങ്ങിൽ ആദരിച്ചു. മുനിസിപ്പൽ അധികൃതരും വിവിധ രാഷ്ട്രീയ നേതാക്കളും പങ്കെടുത്ത ചടങ്ങിൽ മാറുന്ന കാലത്ത് വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള സന്ദേശങ്ങൾ നേതാക്കൾ പങ്കുവച്ചു. മഹിളാ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വായനാ ദിനാചരണവും പുരസ്കാര സമർപ്പണവും സംഘടിപ്പിച്ചു. വീട്ടിൽ സ്വന്തമായി വായനാമുറി ഒരുക്കി ഒട്ടനവധി പുസ്തകങ്ങൾ വായിച്ചു തീർത്ത് ശ്രദ്ധേയനായ KP സുരേന്ദ്രനെ ചടങ്ങിൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. പരിപാടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം മുനിസിപ്പൽ ചെയർപേഴ്സൺ KR പ്രദീപ് കുമാർ നിർവഹിച്ചു. അറിവ് എന്ന് പറയുന്ന 3 അക്ഷരം കിട്ടുക എന്നുള്ളത് എല്ലാവർക്കും കിട്ടുന്ന ഒന്നല്ല. വിജ്ഞാനം, അറിവ്, ലോകത്തെ അറിയുക, ചുറ്റുപാടുകളെ കുറിച്ച് അറിയുക. അതിനെന്താണ് വേണ്ടത്? നമ്മൾ അത് അറിയുവാൻ അത് തേടിപ്പോകണം, പഠിക്കണം, വായിക്കണം. വായന എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അറിവ് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപാധിയാണ്. എന്ത് കിട്ടിയാലും, ഒരു തുണ്ടുകടലാസ് കിട്ടിയാൽ പോലും അത് കളയാതെ വായിക്കുക എന്നുള്ളത്, അതിൻ്റെ അകത്ത് എന്തെങ്കിലും അറിവ് കിട്ടും. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനവന്റെ ജീവിത അവസാനം വരെ അറിവുകൾ നേടിക്കൊണ്ടിരിക്കും. ഒരിക്കൽ പോലും ഒന്നും ഒരു പൂർണ്ണമല്ല. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം അരുൺ കല്ലറയ്ക്കൽ ചടങ്ങിൽ വായനാ ദിന സന്ദേശം നൽകി. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഓരോ മുനിസിപ്പാലിറ്റിയിൽ എന്നല്ല, ഈ സമീപ പ്രദേശങ്ങളിൽ പോലും ഒരു വ്യക്തിക്ക് ഇത്രയും പുസ്തകങ്ങളുടെ സമ്പന്നമായ ഒരു ശേഖരമുള്ള മറ്റൊരു ലൈബ്രറി വരെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരുടെ വീടുകളിൽ പോലും ചിലപ്പോൾ എത്രയും വലിയൊരു ലൈബ്രറി ഉണ്ടാവില്ല. കാരണം അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിന്റെ ഏറ്റവും ചെറുപ്രായത്തിൽ കിട്ടിയ, അദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടിയ ഒരു പുസ്തകം പോലും നഷ്ടപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഈ ലൈബ്രറിയുടെ ഏറ്റവും പ്രത്യേകത. മണ്ഡലം മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് ജാൻസി ഏലിയാസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വത്സല വർഗീസ്, VT പ്രതാപൻ, ജിജി ജോജി, MK ശിവഗിരി, ജെയിംസ് കുറ്റിക്കോട്ടയിൽ, ചിന്നമ്മ തമ്പി, സിനോബി, അനു അജിത് തുടങ്ങിയവർ സംസാരിച്ചു. എനിക്ക് ഏകദേശം ഒരു 10 വയസ്സൊക്കെ ഉള്ളപ്പം എൻ്റെ തൊട്ടടുത്ത വീട്ടിലെ മലയാള മനോരമ പത്രം മെയിൻ റോഡിൻ്റെ സൈഡിലുള്ള ഒരു വീട്ടിലാണ് ഇട്ടിരുന്നത്. ആ പത്രം അവിടുന്ന് എടുത്ത് ഈ വീട്ടിൽ കൊണ്ട് കൊടുക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു കടമ. ഞാൻ ചെയ്യുന്ന ആ പ്രവൃത്തിക്ക് എനിക്ക് മാസം 1 രൂപ തരുമായിരുന്നു. പത്രം കൊണ്ട് വരുന്ന വഴിക്ക് അന്നമ്മ സ്റ്റീഫൻ എന്ന പേരായ ഒരു ടീച്ചർ താമസിക്കുന്നുണ്ട്. ടീച്ചർ ദീപിക പത്രമാണ് വരുത്തുന്നത്. ഞാൻ ടീച്ചറിൻ്റെ അടുത്തിരിക്കുക ഇരുന്ന് മനോരമ പത്രം ടീച്ചറിന് വായിക്കാൻ കൊടുക്കുകയും ടീച്ചർ ദീപിക പത്രം എനിക്ക് വായിക്കാൻ തരികയും ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് പത്രവായനയിലൂടെയാണ് ഞാൻ ഈ വായനയിലേക്ക് കടന്നു വരുന്നത് തന്നെ. പിന്നീട് ആനുകാലികങ്ങളുടെ വായനയിലേക്ക് വന്നു. അതിനുശേഷം പുസ്തകങ്ങളുടെ വായനാ ലോകത്തേക്ക് കടക്കുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ പത്രവായനയിലൂടെയാണ് ഇന്ന് കാണുന്ന വിപുലമായ വായനയിലേക്ക് കടന്നു വന്നത്. ന്യൂസ് ബ്യൂറോ, പിറവം. പ്രീമിയം ക്വാളിറ്റി ഗ്രാനൈറ്റ്, ടൈൽസ്, സ്റ്റോൺ, AEC ബ്ലോക്ക്, സാനിറ്ററി തുടങ്ങി ഫ്ലോറിംഗിന് ആവശ്യമായ എല്ലാ മെറ്റീരിയൽസും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇവിടെ ലഭ്യമാണ്. തറയിൽ ഗ്രാനൈറ്റ്സ്, MLA റോഡ്, പള്ളുരുത്തി.